നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മുൻപരിചയവുമില്ലാത്ത ആളുകൾ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, നല്ലതായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഞാനും എൻ്റെ കുടുംബവും കടന്നു പോകുന്ന സമയത്ത് ഒന്നിലും ആക്റ്റീവ് അല്ലാതെ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടി ഒരു മുറിക്കുള്ളിൽ മാത്രം ഇരിക്കുന്ന ഒരു സമയം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എൻ്റെ ഭർത്താവ് കറക്റ്റ് സമയത്ത് തിരിച്ചറിയുകയും എനിക്കതിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത കുറേ തീരുമാനങ്ങളുമാണ് എൻ്റെ ജീവിതത്തിലേക്ക് കുറച്ച് നല്ല ആളുകളെ കൊണ്ടുവന്നത്. ആദ്യം എടുത്ത് പറയേണ്ടത് എൻ്റെ തെറാപ്പിസ്റ്റാണ്. ആളെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. എന്നെ വീണ്ടും സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ ഡാൻസ് ടീച്ചർ. എന്നെ വീണ്ടും ഡാൻസ് പഠിക്കാൻ ചേർത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ ആക്റ്റീവാക്കി വെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉദ്ദേശം എന്നെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു മാറ്റമായിരുന്നു. പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. വേറെ പല കാര്യങ്ങളും ഞാൻ ആക്റ്റീവ് ആയിരുന്നു എങ്കിൽ കൂടി അതൊന്നും എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നതുകൊണ്ടായിരുന്നു ഞാനതൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇത് എൻ്റെ ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആ ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് എനിക്ക് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ടൊന്നും അല്ല അവരാരും എന്നെ സപ്പോർട്ട് ചെയ്തത്. അവരുടെ ഉള്ളിലെ ആ ഒരു പോസിറ്റിവിറ്റി അതാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി സ്വന്തം ഫോൺ പോലും യൂസ് ചെയ്യാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു അവസ്ഥയിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ലാഞ്ഞിട്ടും എന്നെ തേടി വന്ന എൻ്റെ പ്രിയപ്പെട്ടവരുണ്ട് കേട്ടോ. അവർ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നെ തിരിച്ചു കൊണ്ടുവരാൻ. ചില ആളുകൾ ആ വാതിൽ അടച്ചിട്ടേക്കുവാണല്ലോ, അതെന്തായാലും നന്നായി, അവളായിട്ട് തന്നെ അടച്ചത് കൊണ്ട് നമുക്ക് ഇറങ്ങിപ്പോകാൻ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ വഴി പോയ ആൾക്കാരും ഉണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒരു ശല്യത്തിനും അവരുടെ അടുത്തേക്ക് ചെല്ലാതിരുന്നിട്ട് കൂടി നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തി വന്നിട്ട് നമ്മളെ ഇപ്പം രക്ഷപ്പെടുത്തി വിടാം എന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ തന്നിട്ട് നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയാണോ തിരിച്ച് ജീവിതത്തിലേക്ക് പിച്ച വെച്ച് തുടങ്ങിയത്, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മളെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ കൊണ്ടാക്കിയിട്ട് നിസാരമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തെറ്റുകളും നമ്മളുടെ തലയിലിട്ടിട്ട് ഇറങ്ങി മാറിപ്പോകുന്ന ആളുകളും ഉണ്ട് കേട്ടോ. ഇതൊക്കെ പലതരത്തിലുള്ള മനുഷ്യരും അവരുടെ ചിന്താഗതിയുമാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നല്ലതിനെ ഉൾക്കൊള്ളുകയും നെഗറ്റിവിറ്റീനെ തള്ളിക്കളയുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നെഗറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നോ പറയാനും ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും പഠിക്കും. കാരണം പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മളുടെ ജീവിത അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കും കേട്ടോ. അത് മനസ്സിലായി കഴിഞ്ഞാൽ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറാകും. ശരിക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനെ തന്നെയല്ലേ?